കോഴിക്കോട് വലിയങ്ങാടിയിൽ പഴയ പാസ്പോർട്ട് ഓഫീസിന്റെ സ്ലാബ് തകർന്ന് 3 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. 2 തൊഴിലാളികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 50 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണ് തകർന്നത്. എം രാകേഷ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രാകേഷ്, 3 തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല കെട്ടിടത്തിന് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഈ നേരത്തെ തന്നെ പൊളിച്ചു മാറ്റാൻ നിർദ്ദേശിച്ചിരുന്ന കെട്ടിടമാണ്. അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുകയാണല്ലോ. വിശദാംശങ്ങൾ. യഥാർത്ഥത്തിൽ കോർപ്പറേഷൻ ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വിശദീകരണങ്ങളും നൽകുന്നില്ല എന്നുള്ളതാണ്. ഏകദേശം 12 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പഴയ കെട്ടിടമാണ്, 50 വർഷത്തിലെങ്കിലും ഏറെ പഴക്കമുള്ള കെട്ടിടമാണ്. ഇതിന്റെ സ്ലാബാണ് നേരെ ഇടിഞ്ഞു വീഴുന്നത്. ഒരു വാഹനത്തിൽ ലോഡ് കയറ്റാനെത്തിയ 3 പേരും ഒപ്പം തന്നെ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരൻ, ഉടമ, ഇത്തരത്തിൽ 5 പേരാണ് ഈ സ്ലാബിനടിയിൽപ്പെടുന്നത്. ഈ സ്ലാബിനടിയിൽപ്പെട്ട ഇവരെ സമീപത്തുള്ള പോർട്ടർമാരായിട്ടുള്ള ആളുകളെല്ലാം ചേർന്നാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. 3 പേർക്ക് ഇതിൽ മരണം സംഭവിച്ചു കഴിഞ്ഞു. 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അതായത് 24 വർഷമെങ്കിലും ആയിട്ടുണ്ടാകും ഇത്തരത്തിൽ ഫിറ്റ്നസ് നഷ്ടപ്പെട്ട ഒരു കെട്ടിടമാണിത്. ഈ സ്ഥാപനത്തിൽ ഒഴിയണമെന്നത് കാണിച്ച് കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത്. അതേസമയം തന്നെ ഇങ്ങനെ ഫിറ്റ്നസ് ഇല്ലാത്ത സ്ഥാപനം എങ്ങനെയാണ് ഇവിടെ ഇത്തരത്തിൽ ഒരു മാസം മുൻപ് വരെ ഉദ്ഘാടനം നടന്നിട്ടുള്ള ഒരു പുതിയ സ്ഥാപനം കൂടെ ഈ കെട്ടിടത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഖേദകരം. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളതിൽ തർക്കമില്ല. ഫിറ്റ്നസ് ഇല്ലാത്ത സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥരാണോ ഇത്തരത്തിൽ ലൈസൻസ് നൽകുന്നത്, അതല്ല ഭരണകൂടത്തിന്റെ പിന്തുണയുണ്ട് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളുമായി BJP ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിനകത്ത് പ്രതിപക്ഷ കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് നിരവധി തവണ ഇത്തരത്തിലുള്ള നിരവധി കെട്ടിടങ്ങൾ, നമുക്കറിയാം ഇടയ്ക്കിടെ കോഴിക്കോട് തീപിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങൾക്ക്, അപകട അവസ്ഥയിലുള്ള കെട്ടിടങ്ങൾക്ക് വീണ്ടും വീണ്ടും ലൈസൻസ് പുതുക്കി നൽകാനുള്ള നടപടിക്രമങ്ങൾ ആരാണ് സ്വീകരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തീർച്ചയായിട്ടും കോർപ്പറേഷൻ മറുപടി പറയേണ്ടി വരും. കോർപ്പറേഷൻ മേയർ ഒപ്പം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി ഇവർക്കെതിരെ കൊലക്കുറ്റത്തിനുൾപ്പെടെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധം നടക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം കൂടാതെ UDFന്റെ നേതൃത്വത്തിലും ശക്തമായ പ്രതിഷേധ പരിപാടി ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതിപക്ഷ കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് സംസാരിച്ചത്. അഖില, കോഴിക്കോട് കോർപ്പറേഷനിലെ പഴയ പാസ്പോർട്ട് ഓഫീസ് കെട്ടിടം തകർന്നതിന്റെ സ്ലാബ് വീണ് 3 തൊഴിലാളികൾക്ക്, അതായത് ചുമട്ട് തൊഴിലാളികളാണെന്ന് മനസ്സിലാക്കുന്നു, അവരാണ് മരണപ്പെട്ടത്. കൂടുതൽ വിശദാംശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഒപ്പം 2 പേർ ചികിത്സയിൽ തുടരുകയാണ്. ഈ സ്ലാബ് ഇടിഞ്ഞു വീഴുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് എന്നുള്ളതാണ് പറയേണ്ടത്. കോർപ്പറേഷൻ മേയർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. BJP പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഉന്തും തള്ളുമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം ഈ വിഷയത്തിൽ വളരെ ശക്തമായ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് കാണാനാകുന്നത്. നേരത്തെ തന്നെ പ്രതിപക്ഷ കൗൺസിൽ നേതാവ് ഷമീൽ തങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള അഴിമതിയാണ്, റവന്യൂ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇത്തരത്തിൽ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങളിൽ ലൈസൻസ് നൽകുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ തരത്തിലുള്ള ക്രമക്കേട് നടക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് നടക്കുന്ന മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഖില, ഏതായാലും കോഴിക്കോട് കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള മറുപടി നൽകേണ്ടി വരുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം അവിടെയുള്ള തൊഴിലാളികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഏകദേശം 24 വർഷമെങ്കിലുമായിട്ടുണ്ടാകും ഇത്തരത്തിൽ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ചുള്ള ആശങ്ക ഉന്നയിക്കുന്നു. അത്തരത്തിൽ നോട്ടീസ് നൽകുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കോഴിക്കോട് കോർപ്പറേഷന് പെട്ടെന്നൊന്നും തന്നെ കൈയൊഴിയാൻ സാധിക്കില്ല ഇത്തരമൊരു വീഴ്ച സംഭവിച്ചതിൽ. ഏതായാലും 5 തൊഴിലാളികൾക്ക് ദാരുണമായ ഒരു അപകടത്തിലേക്ക് നീങ്ങുകയും മരണം ഉൾപ്പെടെയുള്ള വിഷയം ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് BJP കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് ഇത്തരത്തിൽ ഇപ്പോൾ പ്രതിഷേധ പരിപാടിയുമായി എത്തിയിട്ടുള്ളത്. BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രക്ഷോഭവുമായി BJP ഈ വിഷയത്തെ കാണുന്നു. BJP പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഉന്തും തള്ളുമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് വളരെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസുമായുള്ള ഉന്തും തള്ളുമാണ് നടക്കുന്നത്.
രാകേഷ്, ഏതായാലും പ്രതിഷേധം അങ്ങനെ നടക്കുകയാണല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ ഈ എന്താണ് സംഭവിച്ചത്? ഈ കെട്ടിടം എങ്ങനെയാണ് തകർന്നു വീണത് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും? മേയർക്കെതിരെ, കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കട്ടെ, അറസ്റ്റ് ചെയ്തോട്ടെ. കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ആർക്കൊക്കെതിരെയാണ്, എന്തിനൊക്കെ വേണ്ടിയാണ് കൊലക്കുറ്റത്തിന് കേസ്? കോർപ്പറേഷൻ സെക്രട്ടറി, നിങ്ങൾ കണ്ടല്ലോ ഒരു സമരത്ത് എങ്ങനെയാ നേരിട്ട്, നിങ്ങൾ കണ്ടല്ലോ ആരോട് ഇവർക്ക് കമ്മിറ്റ്മെന്റ്. നിങ്ങൾ കൗൺസിലർമാരാ. നമ്മുടെ കൂടെ നവ്യ ഹരിദാസ് ഉണ്ട്. നവ്യ ഹരിദാസ്, ഈ വിഷയത്തിൽ എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ബോധ്യപ്പെടുന്നത്? കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള അനാസ്ഥയാണ് ഇപ്പൊ തുറന്നു കാണിച്ചിരിക്കുന്നത്. നിരവധി തവണ ധനകാര്യ കമ്മിറ്റിയിൽ ഇരുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഇവിടെ ശോചനീയാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ മുഴുവൻ മാറ്റിപ്പണിയുമെന്നുള്ള ആവശ്യം കഴിഞ്ഞ 5 വർഷമായിട്ട് നിരന്തരം കോർപ്പറേഷനോട് ആവശ്യപ്പെടുകയാണ്. ഈ ലൈസൻസ് പുതുക്കുന്ന സമയത്തായാലും ശരി, ഈ കോർപ്പറേഷന്റെ കെട്ടിടത്തിൽ മതിയായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നുള്ള ആവശ്യം ഇതുവരെ അംഗീകരിക്കപ്പെടാതെയാണ് പോയിട്ടുള്ളത്. ഇവിടെയുള്ള തൊഴിലാളികളെ കൊല ചെയ്തിരിക്കുകയാണ് കോർപ്പറേഷൻ. കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഈ കെട്ടിടം പൊളിക്കണമെന്നുള്ള ആവശ്യം മുന്നേ തന്നെ നോട്ടീസ് നൽകിയതാണ്. എന്തുകൊണ്ടാണ് പൊളിക്കാതെ? ഇപ്പോഴും നമുക്ക് അവിടെ കാണാനാകും ഒരു പുതിയ കെട്ടിടം, ഒരു മാസമായിട്ടേ ഉള്ളൂ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. എന്താണ് സത്യത്തിൽ നടക്കുന്നത്? ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഗൂഢാലോചനയാണോ, അല്ലെങ്കിൽ ഭരണകൂടം ഇതിന് കൂട്ടുനിൽക്കുകയാണോ? ഭരണകൂടത്തിന്റെ ഏറ്റവും ക്രമാതീതമായിട്ടുള്ള ഒരു വീഴ്ചയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഒരു കെട്ടിടം പൊളിച്ചു മാറ്റണം എന്നുള്ള ഉത്തരവ് നൽകിയാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കിയെടുക്കാനുള്ള ത്രാണി കൂടെ കോർപ്പറേഷനും അതിന്റെ ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെ അത് നടത്താത്തത് കൊണ്ടാണ് ഇത്തരം ജീവനുകൾ ഇവിടെ പൊലിഞ്ഞു വീണിട്ടുള്ളത്. BJPയുടെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ഇവിടെ കേസെടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് മാറുകയുള്ളൂ. കോർപ്പറേഷൻ സെക്രട്ടറിക്ക് മേയർക്കുമെതിരെ കേസെടുക്കണമെന്നതാണ് ആവശ്യം. അതെ, തീർച്ചയായിട്ടും കൊലക്കുറ്റത്തിനാണ് കേസെടുക്കുന്നത്. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭവുമായി BJP മുന്നോട്ട് പോവുകയാണ്. ഒരു മറുപടി വേണം. ഇവിടെ നിന്നാ മറുപടി കിട്ടേണ്ടത്. അല്ല, ഇതിലിപ്പോ ആദ്യം മേയർ പറഞ്ഞത് കാലപ്പഴക്കമുണ്ട്, അത് പൊളിക്കാൻ ആലോചിച്ചിരുന്നു എന്നാണ്. പക്ഷെ ഒടുവിൽ മേയർ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നത് ലൈസൻസ് നൽകിയത് കെട്ടിടം അൺഫിറ്റ് അല്ല എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ്. നിങ്ങൾ അറിയോ, ഈ നഗരഹൃദയത്തിൽ ലൈസൻസ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിന് 2 കൊല്ലമായി ടാക്സ് അടക്കാത്ത ഒരു കെട്ടിടത്തില് പരിപാടി നടത്താൻ 5.5 മണിക്ക് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് യോഗം ചേർന്ന് 2 ആഴ്ച മുമ്പ് അനുവാദം കൊടുത്ത മേയറായത്. സെക്രട്ടറി അവിടെ ഉള്ളേ. ഇവരിൽ നിന്ന് എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതികരിച്ചേ പറ്റൂ. ഏത് DYFI നേതാവ് CIയുടെ രൂപത്തിൽ വന്നാലും ഞങ്ങൾ അങ്ങ് ജയിലിലിടുവെന്നല്ലാതെ പുറകോട്ട് പോകില്ല. ഈ പാവങ്ങളുടെ ജീവൻ, കുടുംബം, ആ കുടുംബത്തോട് മറുപടി പറയട്ടെ. നരഹത്യക്ക് കേസെടുക്കണം. കൊലപാതകിയാണ് മേയർ, കൊലപാതകിയാണ് സെക്രട്ടറി, അവരാണ് ഇതിന്റെ ഉത്തരവാദി. CI ഞങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ചാടിക്കടക്കാനാരാ? ഞങ്ങളന്ന് ഞങ്ങളെ വീട്ടിൽ പോയിട്ടാ ചോദിക്കണ്ടേ? മേയറോടല്ലേ ചോദിക്കണ്ടേ? സെക്രട്ടറിയോടല്ലേ ചോദിക്കണ്ടേ? കാരണം ഈ മേയറുടെ മുന്നേ, ഈ സെക്രട്ടറിയുടെ മുന്നേ അനധികൃത കെട്ടിടങ്ങളുടെ മുഴുവൻ വിവരങ്ങളും കൊടുത്താളാ ഞാൻ. ഇപ്പൊ എനിക്ക് ചോദിച്ചൂടെ? അപ്പൊ CIക്ക് വല്ലാത്തൊരു പ്രയാസം. അദ്ദേഹം ഞങ്ങളെ വലിച്ചു പ്രശ്നമല്ല, ഞങ്ങളെ കൊന്നാലും ആ കുടുംബത്തിന് നീതി വേണം. അതിനാ ഞങ്ങൾ അടിച്ചോട്ടെ, ചവിട്ടിക്കോട്ടെ പൂട്ടുകൊണ്ട്. നിങ്ങൾ കണ്ടല്ലോ വലിച്ചു കൊണ്ടുപോയത്. അതൊന്നും ഒരു മാനസികമായിട്ടും ഞങ്ങൾ തകരില്ല. പക്ഷേ തകർന്നു പോയത് അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം. മേയറോട് ചോദിക്കാൻ നിങ്ങൾ ആരാന്ന്, ഞങ്ങൾ ആരാന്ന് ഞങ്ങൾക്ക് അറിയണോ? പറ, നിങ്ങൾ മേയറോട് ചോദിക്കാൻ നിങ്ങൾ ആരാന്ന്. ഞങ്ങളല്ലാതെ ആരാ ചോദിക്കുക? പൊതുപ്രവർത്തകരല്ലാതെ ആരാ ചോദിക്കുക? അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പ്രതിഷേധം നടത്തുന്നത്. കൊലക്കുറ്റത്തിന് മേയർക്കെതിരെ, കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ കേസെടുക്കണം. അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. രാകേഷ്, ഇപ്പോ പ്രതിഷേധം ഒരു വശത്തങ്ങനെ പുരോഗമിക്കുകയാണ്. പക്ഷെ എങ്കിൽ കൂടി അറിയേണ്ടതുണ്ട്, യഥാർത്ഥത്തിൽ ഈ 3 മരണത്തിനിടയാക്കിയ ഈ സംഭവത്തിന് പിന്നിൽ ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം തന്നെ എന്ന് ഉറപ്പിക്കാനാവുമോ? അല്ലെങ്കിൽ ഈ കെട്ടിടം എന്തുകൊണ്ട് ഇത്ര കാലം പൊളിച്ചു മാറ്റിയില്ല എന്നുള്ള ചോദ്യം ഉയരുമല്ലോ.
जय भारत माता, जय 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 भारत माता, जय 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 बीजेपी, जय 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 बीजेपी, प्रतिषेधम प्रतिषेधम, प्रतिषेधम प्रतिषेधम, बीजेपीയുടെ പ്രതിഷേധം, ബിജെപിയുടെ പ്രതിഷേധം, ബിജെപിയുടെ പ്രതിഷേധം, ബിജെപിയുടെ പ്രതിഷേധം, മൂന്നാളെ കൊന്ന മേയർ രാജിവെക്കുക, മൂന്നാളെ കൊന്ന മേയർ രാജിവെക്കുക, മൂന്നാളെ കൊന്ന മേയർ രാജിവെക്കുക, മൂന്നാളെ കൊന്ന മേയർ രാജിവെക്കുക, പ്രതിഷേധം പ്രതിഷേധം, പ്രതിഷേധം പ്രതിഷേധം, ബിജെപിയുടെ പ്രതിഷേധം, ബിജെപിയുടെ പ്രതിഷേധം, കാക്കിക്കുള്ളിൽ പോലീസ് സംഘം, കാക്കിക്കുള്ളിൽ പോലീസ് സംഘം, നിയമങ്ങൾ പാലിക്കും, നിയമങ്ങൾ പാലിക്കും, കാക്കിക്കുള്ളിൽ സഹാക്കളെങ്കിൽ, കാക്കിക്കുള്ളിൽ സഹാക്കളെങ്കിൽ, ഓടാ പുല്ലേ പോലീസ്, ഓടാ പുല്ലേ പോലീസ്, ജയ് 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 ഭാരത് മാതാ, ജയ് 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 ഭാരത് മാതാ, ജയ് ജയ് ബോലോ ബിജെപി, ജയ് ജയ് ബോലോ ബിജെപി, പ്രതിഷേധം പ്രതിഷേധം, പ്രതിഷേധം പ്രതിഷേധം, ബിജെപിയുടെ പ്രതിഷേധം, ബിജെപിയുടെ പ്രതിഷേധം. മറ്റു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലും തന്ത്രിയുടെ അറസ്റ്റിലും നിയമസഭ പ്രക്ഷുബ്ധം. പ്രതിപക്ഷം ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങി. ആചാരലംഘനത്തിന് കൂട്ടുനിൽക്കാത്തതിനാൽ സർക്കാർ പ്രതികാരം ചെയ്തുവെന്ന തന്ത്രിയുടെ ആരോപണം സഭയിൽ പ്രതിപക്ഷം ഏറ്റെടുത്തു. 41 ദിവസം ജയിലിലടച്ച തന്ത്രിയോട് സർക്കാർ പ്രതികാരം ചെയ്തുവെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. തന്ത്രിയുടെ കാര്യത്തിൽ പ്രതിപക്ഷം തന്ത്രം മെനയുകയാണെന്ന് ഭരണപക്ഷവും പറഞ്ഞു. തന്ത്രിയുടെ വക്കാലത്ത് UDF-ഉം BJP-യും ഏറ്റെടുത്തിരിക്കുകയാണ് എന്നാണ് മന്ത്രി MB രാജേഷ് പരിഹസിച്ചത്. ഒരിടവേളയ്ക്ക് ശേഷം നിയമസഭ പുനരാരംഭിച്ചപ്പോഴും ശബരിമല വിഷയം തന്നെയാണ് മുഴങ്ങിക്കെട്ടത്. പ്ലക്കാർഡും ബാനറും ഉയർത്തി ചോദ്യോത്തരവേള മുതൽ പ്രതിഷേധം. പ്രതിപക്ഷ നേതാവിന്റെ അഭാവത്തിൽ കെ ബാബുവാണ് സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന് അറിയിച്ചത്. തന്ത്രിക്കെതിരെ യാതൊരു തെളിവുമില്ലെന്ന് കോടതി പറഞ്ഞതാണെന്നും സർക്കാർ പക വീട്ടിയതാണെന്നും കെ ബാബു ആരോപിച്ചു. ആചാരലംഘനത്തിന് കൂട്ടുനിൽക്കാത്തതിനാൽ സർക്കാർ പ്രതികാരം ചെയ്തുവെന്ന ജാമ്യ ഹർജിയിലെ തന്ത്രിയുടെ ആരോപണം പ്രതിപക്ഷം സഭയിൽ ഏറ്റെടുക്കുകയായിരുന്നു. ആചാര ലംഘനത്തിൽ ഗവൺമെന്റിനെ അനുകൂലിച്ചില്ല, ഗവൺമെന്റ് നിലപാടിനെ അനുകൂലിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ ശബരിമല തന്ത്രിയെ അനാവശ്യമായി 40 ദിവസം ജയിലിൽ അടക്കുകയുണ്ടായി. സാർ, അദ്ദേഹത്തെ കോടതി പറഞ്ഞിട്ടുള്ളത് തെളിവിന്റെ ഒരു കണിക പോലും അദ്ദേഹത്തിന്റെ പേരിലുണ്ടായ ആക്ഷേപങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. സാർ, അതുപോലെ തന്നെ അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി ദേവസ്വം ബോർഡ് നിയോഗിച്ച ഓഡിറ്റർ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിലൂടെ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. തന്ത്രിയുടെ പേരിൽ പ്രതിപക്ഷം തന്ത്രം മെനയുകയാണെന്നും UDF-ഉം BJP-യും വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുകയാണെന്നും മന്ത്രി MB രാജേഷ് ആരോപിച്ചു. തന്ത്രിയെ ഒഴിവാക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. സാർ, തന്ത്രിക്ക് ശബരിമലയിലെ സ്വർണ്ണക്കേസ് കൊള്ളക്കേസിലെ പ്രതികളിൽ ഒരാളായ തന്ത്രിക്ക് എന്ത് വിശേഷമാണുള്ളത്? സാർ, തന്ത്രിക്ക് 2 വക്കീലന്മാർ പുറത്തുണ്ട്. സഭയ്ക്ക് പുറത്ത് 2 വക്കീലന്മാരുണ്ട്. BJP-യും ഉണ്ട്, UDF-ഉം ഉണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ വിമർശിക്കുന്നതിലൂടെ പ്രതിപക്ഷം കോടതിയെ ചോദ്യം ചെയ്യുകയാണെന്ന് മന്ത്രിമാരായ P രാജീവും KN ബാലഗോപാലും പ്രതിരോധിച്ചു. സാർ, ഗവൺമെന്റിന്റെ ഭാഗം വളരെ വ്യക്തമാണ്. തന്ത്രിയാണോ അകത്ത് കിടക്കുന്ന ആരാണോ അവര് പ്രതിയാണെന്നോ പ്രതിയല്ലെന്നോ ഗവൺമെന്റിന് അത് സംബന്ധിച്ച് യാതൊരു അഭിപ്രായവും ഇല്ല. കാരണം ഈ അന്വേഷണം പൂർണ്ണമായി നടക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിനകത്ത് മാത്രമാണ്. ഞങ്ങളുടെ മുൻപിൽ അന്വേഷണത്തിന്റെ ഒരു റിപ്പോർട്ട് വരുമില്ല. ചോദ്യോത്തരവേള അവസാനിക്കുന്നതുവരെ നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രതിപക്ഷം പോറ്റിയെ കേറ്റിയെ പാരഡി ഗാനം മുതൽ പ്രേംകുമാറിന്റെ വിമർശനങ്ങൾ വരെ ഉയർത്തിക്കാട്ടി. സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പതിച്ച പ്ലക്കാർഡുകളുമായാണ് ഭരണപക്ഷം പ്രതിരോധിച്ചത്. പ്രതിഷേധത്തിനൊടുവിൽ സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. കൊല്ലം വിജിലൻസ് കോടതി പറയുന്നു അയാട്ട് ഓഫ് എവിഡൻസ് ഇല്ല, അദ്ദേഹത്തെ ഞങ്ങൾ ജാമ്യം കൊടുത്ത് വിടുകയാണെന്നാണ് പറഞ്ഞത്. ഒരു തെളിവിന്റെ ഒരു കണിക പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിതനാക്കാൻ കോടതി തീരുമാനിച്ചു. ആ കോടതിയെ ഇപ്പോൾ വിമർശിക്കുകയാണ് നിയമമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേറ്റിവിറ്റി കാർഡ് ബില്ലും അബ്കാരി നിയമ ഭേദഗതി ബില്ലും പാസാക്കി നിയമസഭ 10:30 പിരിഞ്ഞു. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി നാളെയോടെ പിരിയാനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല വിഷയത്തിൽ കോടതിയെ ആക്ഷേപിച്ചത് നിയമമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു തെളിവുമില്ലാതെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. CPM പ്രതിക്കൂട്ടിൽ നിന്ന സമയത്താണ് തന്ത്രിക്ക് നേരെ അന്വേഷണം പോയത് എന്നും അദ്ദേഹം പറഞ്ഞു. കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും ഇപ്പോഴത്തെ മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും എന്താ കാരണം കൊണ്ടാണെന്ന് പൊതുജനത്തോട് പറയാനുള്ള ബാധ്യത അന്വേഷണ സംഘത്തിനുണ്ട്. ഇപ്പൊ പറഞ്ഞതല്ല, ഞങ്ങൾ ജനുവരി 11 ഞാൻ ഈ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞതാണ്. കാരണം ആ റിമാൻഡ് റിപ്പോർട്ട് തൃപ്തികരമല്ലായിരുന്നു. അപ്പം 40 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം
41-ാം ദിവസം കോടതി പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ, ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തന്ത്രിയുടെ ജാമ്യ ഉത്തരവ് റദ്ദ് ചെയ്യണമെന്ന SITയുടെ ഹർജിയിൽ പ്രതികരണവുമായി KC വേണുഗോപാൽ. SITയുടെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മന്ത്രിയെ സംരക്ഷിക്കാൻ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിലാണ് പ്രതിഷേധം. കോടതിയാണ് തന്ത്രിക്കെതിരെ തെളിവില്ലെന്ന് പറഞ്ഞതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കോടതി വിധി പറഞ്ഞാൽ ആ കോടതി വിധിയെ വിമർശിക്കാൻ മന്ത്രി കാണിക്കുന്നത്, കോടതി വിധി തന്ത്രിയുടെ ഇതിൽ തെളിവില്ല എന്ന് പറയുമ്പോൾ ആ കോടതി വിധി തെറ്റാണെന്ന് മന്ത്രി പറയുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്? അവിടെയാണ് ഈ ഗൂഢാദ്വേഷം, ഗൂഢാലോചന ഞങ്ങൾ പറയുന്നത്. തന്ത്രിയോടുള്ള വൈരാഗ്യം അവിടെയാണ് പ്രതിഫലിക്കുന്നത്. അല്ലെങ്കിൽ മന്ത്രിക്ക് പറയാമല്ലോ, ഒരു കോടതി വിധി വന്നു കഴിഞ്ഞാൽ ആ കോടതി വിധിയെ പോലും വിമർശിക്കുകയല്ല ചെയ്ത് മന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങി പത്മജ വേണുഗോപാൽ. തൃശൂരിൽ തന്നെയായിരിക്കും പത്മജ മത്സരിക്കുക എന്നാണ് സൂചന. BJP കേന്ദ്ര നേതൃത്വം പത്മജയോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. KK പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകുക. പ്രശാന്ത്, ഏകദേശം 30 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് BJPയിൽ ധാരണയായിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നതാണ്. പക്ഷേ ഉടനെ ഒരു പ്രഖ്യാപനം വേണ്ട എന്നുള്ള നിലപാട് കേന്ദ്ര നേതൃത്വം എടുത്തുവെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പത്മജ വേണുഗോപാലിന്റെ കാര്യത്തിൽ തൃശൂരിൽ തന്നെ പത്മജയെ മത്സരിപ്പിക്കാൻ BJP കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം പത്മജയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി വാർത്തകൾ വരുന്നുണ്ടല്ലോ. വിശദാംശങ്ങൾ. അഖില, പത്മജയ്ക്ക് വലിയ തരത്തിൽ വ്യക്തി സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവുമുള്ള സ്ഥലമാണ് തൃശ്ശൂർ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ പത്മജ തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. കഴിഞ്ഞ തവണ 946 വോട്ടിലാണ് പത്മജ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ BJP കഴിഞ്ഞ തവണ സുരേഷ് ഗോപി വെച്ച് 40,000 വോട്ടുകൾ നേടിയ ഒരു സ്ഥലമാണ്. 31% വോട്ടുകളാണ് BJP തൃശ്ശൂരിൽ സ്വന്തമാക്കിയത്. അതിന് മുൻപ് 19% B. ഗോപാലകൃഷ്ണൻ മത്സരിച്ച സമയത്ത്. അതുകൊണ്ട് തന്നെ 11% വർധനവാണ്. വലിയ തരത്തിൽ ഒരു നേട്ടമുണ്ടാക്കാൻ BJP കഴിയുന്ന സ്ഥലമായി തൃശ്ശൂർ മാറിയിട്ടുണ്ട്. മാത്രമല്ല BJPയുടെ ഈ 40,000 വോട്ടും ഒപ്പം തന്നെ വ്യക്തിപരമായി പത്മജ പിടിക്കുന്ന വോട്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ വളരെ കൃത്യമായി തന്നെ തൃശ്ശൂരിൽ വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് BJP കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നീക്കം. ഇതിൽ പത്മജയുടെ സീറ്റ് മാത്രമല്ല, നേരത്തെ 30 സീറ്റ് ധാരണയിലെത്തിയതാണ്. പക്ഷെ പിന്നെ ഒന്ന് പ്രഖ്യാപിക്കാതിരുന്നത് വലിയ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലൊരു പൊട്ടിത്തെറിയിലേക്ക് നേതൃത്വത്തിനിടയിൽ തന്നെ പോയാലോ എന്നുള്ള ഒരു പ്രതിസന്ധി മുന്നിൽ കണ്ടാണ് അത്തരമൊരു നീക്കം ഉണ്ടായത്. പക്ഷെ പത്മജയുടെ കാര്യത്തിലും ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിലും ഒക്കെ തന്നെ ചെറിയൊരു നീക്കത്തിലേക്ക് BJP എത്തിയിട്ടുണ്ട്. അതായത് ഈ തീരുമാനിക്കപ്പെട്ട നേതാക്കൾ അവരവർക്ക് പറഞ്ഞിട്ടുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രദേശം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. അതായത് പത്മജ BJP സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. നേരത്തെ വട്ടിയൂർക്കാവ് പരിഗണിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ കേന്ദ്രീകരിക്കാനുള്ള ഒരു നിർദ്ദേശം പത്മജയ്ക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും നേതൃത്വം എവിടെ പറയുന്നു അവിടെ മത്സരിക്കാൻ തയ്യാറാണ്, പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് പത്മജയും പ്രതികരിച്ചിട്ടുള്ളത്. അഖില, ശരി. ഏതായാലും പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യതയാണ് തെളിയുന്നത്. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ഇടതുമുന്നണി യോഗം ഇന്ന് ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥി മാനദണ്ഡങ്ങൾ CPM ഘടകകക്ഷികളെ ബോധ്യപ്പെടുത്തുകയാണ് പ്രധാനം. പ്രകടന പത്രിക തയ്യാറാക്കാനുള്ള സബ് കമ്മിറ്റി തീരുമാനിക്കും. UDFലെ ഉഭയകക്ഷി ചർച്ചകളും ഇന്ന് പുനരാരംഭിക്കുന്നുണ്ട്. RSPയുമായുള്ള ചർച്ചകളാണ് നടക്കുക. BJPയിൽ ധാരണയായ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥികൾ പ്രവർത്തനം തുടങ്ങാനാണ് തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഇടതുമുന്നണിയുടെ സംസ്ഥാന സമിതി യോഗം ഇന്ന് ചേരും. മുന്നണിയുടെ പ്രകടന പത്രിക തയ്യാറാക്കാൻ സബ് കമ്മിറ്റിയെയും ഇന്ന് തീരുമാനിക്കും. സ്ഥാനാർത്ഥി മാനദണ്ഡം ഏത് രീതിയിലാകണമെന്നത് ഘടകകക്ഷികളെ CPM ബോധ്യപ്പെടുത്തും. ജയസാധ്യത മാത്രമാണ് മാനദണ്ഡമെന്നിരിക്കെ ടേം വ്യവസ്ഥയിലെ ഇളവുകൾ ചില നേതാക്കൾക്ക് CPM നൽകുന്നുണ്ട്. ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾക്കു ശേഷമേ സീറ്റ് വിഭജനം സംബന്ധിച്ച ആലോചനകളിലേക്ക് മുന്നണി നേതൃത്വം കടക്കൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 86 സീറ്റുകളിൽ CPMഉം 25-ൽ CPIയും 12 സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും മത്സരിച്ചിരുന്നു. ഒരു സീറ്റ് കൂടി കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. UDFൽ ഉഭയകക്ഷി ചർച്ചകൾ ഇന്ന് വീണ്ടും തുടങ്ങുകയാണ്. RSPയുമായുള്ള ചർച്ചയാണ് ആദ്യ ദിനം നടക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ച 5 സീറ്റുകളിൽ ആറ്റിങ്ങലും മട്ടന്നൂരും വെച്ചുമാറാൻ RSP തയ്യാറാണ്. പകരം ചടയമംഗലമാണ് ആവശ്യപ്പെടുന്നത്. അതേസമയം മുസ്ലിം ലീഗ് ചടയമംഗലത്തിന് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗയാത്ര സമാപിക്കുന്നതോടെ ചർച്ചകൾ പൂർത്തിയാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. BJPയിലും നിശ്ചയിച്ചുറപ്പിച്ച 30ഓളം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങട്ടെ എന്നാണ് തീരുമാനം. ഔദ്യോഗിക പ്രഖ്യാപനം വരെ കാത്തിരിക്കേണ്ടതില്ല എന്നും മണ്ഡലം കേന്ദ്രീകരിച്ച് ആദ്യമേ തന്നെ പ്രവർത്തനം തുടങ്ങണമെന്നുമാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. BDJSുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഉടൻ പൂർത്തിയാക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. കാട്ടാക്കട മമ്മൽ ആശുപത്രിയിൽ ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് ഇഞ്ചക്ഷൻ എടുത്ത 2.5 വയസ്സുകാരി മരിച്ചു. ഇഞ്ചക്ഷനെ തുടർന്ന് കുട്ടി ബോധരഹിതയായെന്നും ആരോഗ്യനില ഗുരുതരമായി എന്നും മാതാപിതാക്കൾ ആരോപിക്കുന്നു. പരാതിയെ തുടർന്ന് ആര്യനാട് പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം ജില്ലയിൽ 3 ദിവസത്തിനുള്ളിൽ 2ാമത്തെ ചികിത്സാ പിഴവും മരണവുമാണ് സംഭവിക്കുന്നത്.
ആദ്യത്തേത് സർക്കാർ ആശുപത്രിയിലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സ്വകാര്യ ആശുപത്രിയിലാണ്. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ നവജാത ശിശു മരിച്ചതിനെ തുടർന്ന് ഡോക്ടറുടെ സസ്പെൻഷനും പ്രതിഷേധവും അവസാനിക്കുന്നതിന് മുൻപ് തന്നെ കാട്ടാക്കടയിൽ 2.5 വയസ്സുകാരി ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ചതായി പരാതി. കാട്ടാക്കട മൊമൽ ആശുപത്രിയിൽ നിന്ന് കുത്തിവയ്പ്പെടുത്ത ഉറിയാക്കോട് സ്വദേശികളായ സിദ്ദിഖ് ഫൈസലത്ത് ദമ്പതികളുടെ മകൾ ഐഷ ഫാത്തിമയാണ് മരിച്ചത്. ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ കയ്യിൽ ഇഞ്ചക്ഷൻ എടുത്തതോടുകൂടി ബോധരഹിതയായി എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സ്ഥിതി വഷളായതിനെ തുടർന്ന് നെയ്യാർ മെഡിസിറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു. മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസിൽ ബന്ധുക്കളെ ആരെയും കയറ്റാൻ ആശുപത്രി ജീവനക്കാർ സമ്മതിച്ചിരുന്നില്ല എന്നാണ് കുട്ടിയുടെ പിതാവ് പറയുന്നത്. ഇത് സംശയം ജനിപ്പിക്കുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ആര്യനാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 2.5 വയസ്സുകാരിയുടെ മരണത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്ന് മമ്മൽ ആശുപത്രി അധികൃതർ. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ കുട്ടിക്ക് കടുത്ത ശ്വാസമുട്ടലുണ്ടായിരുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കുട്ടിക്ക് അഡ്രിനാലിൻ നൽകി. നെയ്യാർ മെഡിസിറ്റിയിൽ എത്തിച്ചപ്പോൾ കുട്ടിക്ക് നേരിയ പൾസ് ഉണ്ടായിരുന്നതായും ആശുപത്രി വിശദീകരിക്കുന്നുണ്ട്. 11:38 ഇന്നലെ ഉച്ചയ്ക്ക് 11:38 ഈ കുട്ടിയെ മാതാപിതാക്കൾ കൊണ്ടുവന്നപ്പോൾ പനി, ചുമ, ശ്വാസമുട്ടല്, മുഖത്ത് നല്ല നീര്, കണ്ണിന് നീര്, നല്ല തളർച്ചയായിട്ടാണ് കുട്ടിയെ കൊണ്ടുവന്നത്. കുട്ടിയെ പരിശോധിച്ചതിന് ശേഷം നെഞ്ചിൽ മുഴുവൻ കഫം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഞാൻ ഇത് നെബുലൈസ് മരുന്ന് കൊടുക്കുകയും അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് തളർച്ച ഉണ്ടായി, ഹാർട്ടും പൾസൊക്കെ കുറയുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും കാഷ്വാലിറ്റി എംഒയും എമർജൻസി ഫിസിഷ്യനും കൂടെ കുട്ടിയെ ഇൻറ്റുബേറ്റ് ചെയ്ത് CPR കൊടുത്ത് ഹാർട്ട് റേറ്റ് പിക്കപ്പ് ചെയ്തിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് മാറ്റി അവിടെ വെച്ച് പിന്നെയും ഹാർട്ട് റേറ്റ് താഴ്ന്നു പോവുകയും മരണപ്പെടുകയാണ് ചെയ്തത്. ലഷ്കർ ഇ തൊയ്ബ വൻ സ്ഫോടനങ്ങൾക്കാണ് രാജ്യത്ത് പദ്ധതിയിട്ടിരുന്നതെന്ന് മൊഴി. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ISI ഭീകരരെ ഉപയോഗിച്ചാണ് സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നത്. അറസ്റ്റിലായ ഒമർ ഫറൂഖാണ് നിർണായക മൊഴി നൽകിയത്. കശ്മീർ സ്വദേശിയും ലഷ്കർ നേതാവുമായ അഹമ്മദ് ഷാബിറാണ് ഇവരെ നിയോഗിച്ചതെന്നും ഒമർ ഫറൂഖിന്റെ മൊഴിയിൽ പറയുന്നു. ലഷ്കർ ഇ തൊയ്ബയുടെ സ്ലീപ്പർ സെല്ലുകളാണ് അറസ്റ്റിലായ ഭീകരർ. തമിഴ്നാട്ടിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നുമായാണ് 8 പേരെ ഡൽഹി ക്യൂ ബ്രാഞ്ച് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ച് തമിഴ്നാട്ടിൽ സുരക്ഷിത താവളം ഒരുക്കിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇന്ത്യയും US തമ്മിൽ ഇന്ന് ആരംഭിക്കേണ്ട ചർച്ച മാറ്റിവെച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറിന്റെ ഉള്ളടക്കത്തിൽ അനിശ്ചിതത്വം. കരാർ വൈകാനാണ് സാധ്യത. കരാറിന്റെ നിയമവശങ്ങൾ അന്തിമമാക്കാൻ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധി സംഘങ്ങൾ ഇന്ന് നടത്താനിരുന്ന ചർച്ചയാണ് മാറ്റിയത്. തുടർച്ചയായുണ്ടായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തേജസ് ലൈറ്റ് യുദ്ധവിമാനങ്ങളെ താൽക്കാലിക സേവനങ്ങളിൽ നിന്ന് മാറ്റി വ്യോമസേന 30ഓളം തേജസ് ലൈറ്റ് വിമാനങ്ങളെയാണ് നിലത്തിറക്കിയത്. കൂടുതൽ സാങ്കേതിക പരിശോധനകൾ നടത്തുകയാണ് ലക്ഷ്യം. സിംഗിൾ സീറ്റ് യുദ്ധവിമാനങ്ങളാണ് തേജസ് ലൈറ്റ്. ഈ മാസം 7 വിമാനം അപകടത്തിൽപ്പെട്ടിരുന്നു. വിമാനത്തിൽ വലിയ തോതിൽ തകരാർ സംഭവിച്ചെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പൈലറ്റ് സുരക്ഷിതമായി പുറത്തേക്ക് ചാടിയെന്നാണ് വിവരം. 2 വർഷത്തിനിടെ നടക്കുന്ന 3ാമത്തെ അപകടമാണിത്. 2024 മാർച്ചിലായിരുന്നു തേജസ് ലൈറ്റ് വിമാനത്തിന്റെ ആദ്യ അപകടം. ജയ്സൽമാറിന് സമീപം തേജസ് ലൈറ്റ് വിമാനം തകർന്നു. 2025 നവംബറിൽ ദുബായ് എയർ ഷോയ്ക്കിടെ തേജസ് ലൈറ്റ് തകർന്ന് പൈലറ്റ് കൊല്ലപ്പെട്ടതും വലിയ ചർച്ചയായിരുന്നു. മുൻ കേന്ദ്ര റെയിൽവേ മന്ത്രി മുകുൾ റോയ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊൽക്കത്തയിലെ സോൾട്ട് ലേക്കിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ സാന്നിധ്യമായിരുന്നു മുകുൾ റോയ്. മമതാ ബാനർജിക്കൊപ്പം തൃണമൂൽ കോൺഗ്രസ് പടുത്തുയർത്തിയതിൽ നിർണായക പങ്കുവഹിച്ച നേതാവ്.